പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ലോകത്തൊരാള് പോലും കൂട്ടുനിൽക്കാനില്ലെങ്കിലും ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തിയുടെ ബലത്തില് ജീവിതത്തിൻ്റെ ഇങ്ങനെ പോരാട്ടം നടത്തുന്ന കുറച്ച് മനുഷ്യരെ കണ്ടായിരുന്നു. ഏതാണ്ട് 1 വർഷത്തോളമൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അന്ന് നമ്മൾ കണ്ടുമുട്ടിയ മനുഷ്യരൊക്കെ ഇതുപോലുള്ള ഒരേപോലുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയവർ. ലവ് ജിഹാദ് എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രശ്നത്തിൽ ചെന്ന് പെട്ട ചില കുട്ടികളുടെ അപ്പന്മാരൊക്കെ അവരിങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വിടില്ല ഞങ്ങൾ, അതാ പറയണേ. ഈ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് ഇവളെ ഇങ്ങനെ നശിപ്പിക്കാനായി ശ്രമിച്ചുകൊണ്ടിരുന്ന അവരുടെ ജീവിതം തകർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഗ്യാങ്ങിനെതിരെ, അത്രയ്ക്ക് ശക്തമായിട്ടുള്ളൊരു ഗ്യാങ്ങിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നത് ഈ കുഞ്ഞിൻ്റെ അപ്പനും അമ്മയായതുകൊണ്ട് മാത്രമല്ല. നാട്ടിലുള്ളൊരു ലഹരി മാഫിയയ്ക്കെതിരായിട്ടൊരു അപ്പൻ നടത്തുന്ന പോരാട്ടം, ഇങ്ങനെ ഒറ്റയ്ക്ക് നടത്തുന്ന പോരാട്ടം കണ്ടിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആ ദിവസങ്ങളിലൊക്കെ 1, 1.5, 2 മണിക്കൂറും പരിശുദ്ധ കുർബാനയുടെ മുൻപിലിരുന്ന് ആപ്പച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഓർമ്മയുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിലെ കർത്താവ് പറയും, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാനായി കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. അവരേത് തരത്തിലുള്ള തിന്മകളിലൂടെ കടന്നു പോയിക്കോട്ടെ, അവരെ തിരിച്ചു പിടിക്കേണ്ടത്, അവരുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കേണ്ടത്, അവരെ കർത്താവിന് വേണ്ടി തിരികെ എടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ, പ്രവർത്തിച്ചേ പറ്റുള്ളൂ, അവർക്ക് വേണ്ടി നിലകൊണ്ടേ പറ്റുള്ളൂ, അവർക്ക് വേണ്ടി ചില മനുഷ്യരോടിങ്ങനെ പോരാടിയേ പറ്റുള്ളൂ. പേടിക്കേണ്ട കാര്യമില്ല എന്ന് 1-ാമത്തെ വായനയിൽ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ശക്തരും ധീരരുമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട, അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. ശക്തരും ധീരരുമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട, അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. അനാക്കിൻ്റെ ഗോത്രക്കാരെ പോലും ഇങ്ങനെ തറപറ്റിക്കാൻ തങ്ങളുടെ കൂടെ നിന്ന ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ അവർ വിശ്വസിച്ചുകൊണ്ടാണ് ഇസ്രായേൽക്കാരിങ്ങനെ പോയ വഴികളിലൊക്കെ തല ഉയർത്തിപ്പിടിച്ചു നിന്നിരുന്ന അതിശക്തരായിട്ടുള്ള രാജാക്കന്മാരെയും രാജ്യങ്ങളെയും ഒക്കെ ഇങ്ങനെ തറപറ്റിച്ച് മുന്നോട്ട് ആ വാഗ്ദാന ദേശത്ത് എത്തിച്ചേർന്നത്. അവർക്കത് അനുഭവമുണ്ട് നല്ലത്. ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്കൊന്ന് ഇറങ്ങി തുടങ്ങിക്കൂടെ? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്കൊന്ന് പോരാടി തുടങ്ങിക്കൂടെ? പറഞ്ഞല്ലോ, ആയുധമെടുത്ത് തന്നെ വേണമെന്നില്ല, ഒരു കൊടുത്തെങ്കിലും അവരെ തിരികെ എടുക്കാനായിട്ടൊരു പരിശ്രമം നടത്തിക്കൂടെ? കോൺവെൻറ്റിൻ്റെ ഇരുണ്ടു തുടങ്ങുന്ന ആവൃത്തിക്കുള്ളിൽ നിന്ന് നിരന്തരം പ്രാർത്ഥിച്ച് കൊലപാതകിയായ ഒരു മനുഷ്യൻ്റെ നശിഞ്ഞു പോകാമായിരുന്ന ആത്മാവിനെ തിരികെ പിടിച്ച കൊച്ചുദ്രേസ്യ പുണ്യവതിയെ ഓർക്കണം. ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട്, കർത്താവിൻ്റെ മുൻപിൽ ഇങ്ങനെ കമിഴ്ന്നു കിടന്നുള്ള പ്രാർത്ഥന കൊണ്ട് തൻ്റെ മകളെ ഇങ്ങനെ പിശാചു ബാധയിൽ നിന്ന് തിരികെ എടുത്ത കഥാപാത്രങ്ങൾ നിങ്ങൾ സുവിശേഷത്തിൽ കാണും. തൻ്റെ കുഞ്ഞുമകളുടെ ജീവൻ തിരിച്ചെടുത്തവരെ കാണും. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനകൾ എത്ര മാത്രം ഫലപ്രദമായിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നശിച്ചു പോകുന്നവരെ വിട്ടുകളയാനായിട്ട് കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരാൻ അങ്ങേയറ്റം പോകാനായി എല്ലാ കാര്യങ്ങളും ചെയ്ത് മനസ്സ് മടുത്തിരിക്കുന്ന നേരത്താണ് നമ്മൾ അവസാനം ചെന്ന് കർത്താവിനോട് ഇങ്ങനെ ഉള്ളുനീര് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് ഇത്രയൊക്കെ ചെയ്തതാണ്, തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തതാണ്, ഒരുപാട് തവണ ഞങ്ങൾ ചാൻസ് കൊടുത്തതാണ്, ഇനി ഒന്നും ചെയ്യാനില്ല, വിട്ടേക്കാം. അവരെ തിരിച്ചു കിട്ടില്ല എന്ന് മാത്രം വിചാരിക്കാതിരിക്കുക. എന്നിട്ട് ഈ പ്രാർത്ഥന മാത്രം ആവർത്തിച്ചു കൊണ്ടിരിക്കുക. മനുഷ്യൻ്റെ പരിശ്രമങ്ങൾ അവസാനിക്കുന്നിടത്ത്, അവൻ്റെ പ്രത്യാശ തീരുന്നിടത്ത് ദൈവം പ്രവർത്തിച്ചു തുടങ്ങുമെന്നുള്ളത് നമ്മുടെയൊക്കെ അനുഭവമല്ലേ? നിങ്ങളാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ്. പരിശുദ്ധ മാതാവിനോട് കർത്താവിൻ്റെ മാലാഖ പറയുന്ന കാര്യമാണ്, എല്ലാം സാധ്യമാണ്, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. നമ്മൾ എത്ര തവണ കണ്ടുകൊണ്ടിരിക്കുക?
ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയ ചില മക്കളിപ്പോൾ കുടുംബത്തിൻ്റെ നെടുംതൂണായിട്ട് ജീവിക്കുന്നത് കണ്ണീരുണങ്ങാത്ത രീതിയിലുള്ള അവൻ്റെ അപ്പൻ്റെ അമ്മയുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ്. സാത്താൻ്റെ മൂത്രം കുടിച്ചിങ്ങനെ അവൻ്റെ അടിമയായി തീർന്നു പോയിരുന്ന ചില മനുഷ്യരുടെ ജീവിതങ്ങൾ ഇപ്പോൾ അൾത്താരയുടെ അടുത്ത് നിന്ന് മാറാത്ത വിധത്തിൽ വിശുദ്ധിയിലേക്ക് വന്നിരിക്കുന്നത് അവരുടെ പ്രിയപ്പെട്ടവരുടെ രാത്രികാലങ്ങളിലുള്ള ഉറക്കം നഷ്ടപ്പെടുത്തിയുള്ള പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ഫലത്തിലാണ്. നമുക്കൊന്ന് തിരിച്ചു പിടിച്ചു തുടങ്ങണമെന്നേ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ ആഗ്രഹം ഒന്ന് പൂർത്തീകരിക്കാൻ, സ്വർഗത്തിൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായി നമ്മുടെ ചില പരിശ്രമങ്ങൾ ഉപകാരപ്രദമാകുമെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു കരം കൊടുക്കാൻ മടിച്ചുകൊണ്ടിരിക്കണേ? ഈ തിരുവോസ്തിയുടെ മുൻപിൽ മുട്ടിന്മേൽ നിൽക്കുമ്പോൾ ജീവനുള്ള ആ തിരുവോസ്തിയുടെ നെഞ്ചുവിങ്ങുന്നത് നഷ്ടപ്പെട്ടു പോയ ചില മനുഷ്യരെ ഓർത്തിട്ടാണ്. അതുകൊണ്ട് കർത്താവ് ചില സമയത്തൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ പ്രഘോഷിക്കാൻ പോകുമ്പോൾ ഇസ്രായേൽ ഗോത്രത്തിൽ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് ആദ്യം പോകും. സ്വന്തം വീടിൻ്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോയവരുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് തുടങ്ങി മുട്ടിന്മേൽ നിൽക്കുക. ഒരു സെമിനാരിയിൽ പഠിക്കുമ്പോൾ മുതൽ പരിചയപ്പെടുത്തി തന്നൊരു ചേട്ടനുണ്ട്. അച്ഛന്മാർ നിരന്തരം പറയുമായിരുന്നു, തെറ്റിപ്പോയ അച്ഛന്മാർക്ക് വേണ്ടി ചരലിട്ട് അതിന്മേൽ മുട്ടുകുത്തി നിന്ന് കരമുയർത്തിപ്പിടിച്ച് 1 മണിക്കൂറോളം പ്രാർത്ഥിക്കുന്നൊരു ചേട്ടനെ കുറിച്ചിട്ട്. തെറ്റിപ്പോയ അച്ഛന്മാർക്ക് വേണ്ടി തിരികെ പിടിക്കാനായിട്ട് അവർ ആരുമല്ല പുള്ളിക്കാരന്, ഈ അച്ഛന്മാരൊന്നും ആരുമല്ല. പക്ഷെ എന്നിട്ടും കർത്താവിൻ്റെ ആഗ്രഹമുണ്ടല്ലോ, നഷ്ടപ്പെട്ടു പോയവരെ തിരികെ കൊണ്ടുവരാൻ നമ്മുടെ നിയോഗമാണ്. ഈ തിരുവോസ്തിയുടെ മുൻപിൽ മുട്ടുകുത്തുന്ന ഓരോ നിമിഷങ്ങളിലും, ദിവ്യസക്രാരിയുടെ മുൻപിൽ കുമ്പിടുന്ന ഓരോ നിമിഷങ്ങളിലും ഇതുപോലെ തിരികെ ജീവിതത്തിലേക്ക് വരാനായി കർത്താവ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കട്ടെ. മറന്നു പോകാതെ അവരെ ഓരോ നിമിഷങ്ങളിലും ഈ അൾത്താരയിലേക്കൊന്ന് സമർപ്പിച്ച് തിരിച്ചു വരട്ടെ. സ്വർഗം ആഗ്രഹിക്കുന്ന വിധത്തിൽ എല്ലാവരെയും ആ സ്വർഗരാജ്യത്തിലേക്ക് എത്തിക്കാനായി നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകൾ കാരണമാവട്ടെ എന്ന അപേക്ഷയോടുകൂടെ അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി തെറ്റിപ്പോയ ഓരോ മക്കളുടെയും മുഖമിങ്ങനെ ഉള്ളിൽ തെളിച്ചുകൊണ്ട് നമുക്ക് മുട്ടിന്മേൽ നിന്ന് അവർക്ക് വേണ്ടി കൂടി ഒരു ആശീർവാദം ആഗ്രഹത്തോടു കൂടെ ചോദിച്ചുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാം. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റൊന്നും ചെല്ലാൻ പറ്റിയെന്ന് വരില്ല എല്ലാവർക്കും. പക്ഷേ കിടക്കുന്നതിന് മുൻപ് ഒരു കരുണക്കൊന്തയുടെ രഹസ്യം ചൊല്ലാലോ, ആർക്കൊക്കെയോ വേണ്ടി കാഴ്ചവെക്കാലോ. ഈ രാത്രിയിൽ കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചാലോ, അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാലോ. പ്രാർത്ഥനയോടുകൂടെ കിടക്കയിലേക്ക് പോകാം നമുക്ക്. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.